ഹായ് ഓൾ അസ്സാം വലൈക്കും. അപ്പോൾ കോളിഫ്ലവർ വെച്ചുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളത്. ഇത് നമ്മുടെ ഇറച്ചിക്കറീനേക്കാളും അടിപൊളി ടേസ്റ്റിയുള്ള ഒരു ഗ്രേവിയുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ആണെങ്കിലും സാധാരണ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് കഴുകിയെടുത്ത കോളിഫ്ലവറാണ് ഇതേപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ ഒരു 2 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസുള്ള 3 സവോള മുറിച്ചെടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസുള്ള തക്കാളിയും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇതേപോലെ സവോള ചേർത്ത് കൊടുക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് സവോള നല്ലപോലെ വഴന്ന് വരണം. നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്കിതേപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് ആ ഒരു ക്രഷ് ചെയ്ത് അതൊന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിയുടെ പച്ചമണം മാറി വരുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 മീഡിയം സൈസുള്ള സവോളയും 3 മീഡിയം സൈസുള്ള തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് എടുക്കുക, കുറച്ച് മതി. അതേപോലെ അതിലേക്ക് പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ തക്കാളിയും ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് കൂടുതൽ ചേർത്തവർക്ക് കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പച്ചമുളക് കുറച്ച് ചേർത്തിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പച്ചമുളക് ഇടുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതേപോലെ 3 സ്പൂൺ ഈ ഒരു അളവിലുള്ള സ്പൂണിൽ 3 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ സൈസുള്ള കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. വലിയ സൈസൊക്കെ ആണെങ്കിൽ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസിലും മാറ്റം വരുത്തണം. അപ്പോൾ ഇതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. കുറേ വെള്ളം ചേർക്കണ്ട, ആവശ്യത്തിന് മാത്രം ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് കോളിഫ്ലവർ പൊടിയാകാതെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ വേഗം വെന്ത് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കോളിഫ്ലവർ കറിയാണ് ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രേവി ഉണ്ട്, ഗ്രേവി ഇല്ലാതെയും നമുക്കിത് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീണ്ടും വരാം. ബൈ.